CPIM ജനറൽ സെക്രട്ടറി MA ബേബി 24 സംസാരിച്ചു. താനല്ല, പാർട്ടിയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. പദവിയൊഴിഞ്ഞ നേതാക്കൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നും MA ബേബി പറയുന്നു. രാജ്യത്ത് ഭയം ഭരിക്കുന്ന സമയത്താണ് പാർട്ടി കോൺഗ്രസ് ചേർന്നത്. കേന്ദ്ര സർക്കാരിനെ നിഷ്കാസനം ചെയ്ത് സമൂഹത്തെ വിഷമുക്തമാക്കുക എന്ന ഉത്തരവാദിത്വമാണ് പാർട്ടിക്കുള്ളതെന്നും MA ബേബി 24 പറഞ്ഞു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. മധുരയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. CPM പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി ചേരുകയാണ് 24-നൊപ്പം. കോമ്രേഡ്, മധുരയിലെ വിപ്ലവ മണ്ണിൽ മുമ്പ് നടന്ന രണ്ട് പാർട്ടി കോൺഗ്രസുകളും ചരിത്രപരമായിരുന്നു. പുതിയ ഈ മൂന്നാമത്തെ പാർട്ടി കോൺഗ്രസിൽ ചരിത്രപരമായൊരു ദൗത്യമാണ് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ആദ്യമായി ഞാൻ ഒരു ദൗത്യം ഏറ്റെടുത്തു എന്ന് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ വിനയപൂർവ്വം യോജിക്കുകയാണ്. പാർട്ടിയാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. പാർട്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എക്കാലവും പിന്തുടർന്നിട്ടുള്ളത്. അത് എന്നത്തേക്കാളും കൂടുതൽ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് പാർട്ടിയുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ മുതിർന്ന നേതാക്കന്മാർ ഈ പ്രായത്തിൻ്റെ നിയന്ത്രണം വെച്ചിട്ട് ഇവിടുന്ന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. പക്ഷേ അവർ പാർട്ടിയിൽ നിന്ന് ഒഴിവായിട്ടില്ല, അവർ തുറന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏറ്റവും പ്രധാനം, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ വളരെ അസാധാരണമായ ഒരു നവഫാസിസ്റ്റ് ആക്രമണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള ഉദാഹരണം എമ്പുരാൻ സിനിമയാണ്. മറ്റൊന്ന്, ചില തമാശകൾ പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അയാളെ വേട്ടയാടുകയാണ്. അതിനു മുമ്പ് കൽബുർഗിയെ പോലെയുള്ള പ്രശസ്തനായ സാഹിത്യകാരനെ കൊന്നു. നിങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗൗരി ലങ്കേഷിനെ കൊന്നു. മഹാത്മാഗാന്ധിയെ വകവരുത്തിയതും ഈ വർഗീയ സ്പർദ്ധയുടെ ശക്തികളാണ്. ഇതെല്ലാം ഒരേ ഉത്ഭവസ്ഥാനമാണുള്ളത്. അപ്പം രാജ്യത്ത് ഭയം ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു ഉത്കണ്ഠയുടെ അന്തരീക്ഷത്തിലാണ് 24-ാം പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കടമ ഈ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും അവയുടെ വിഷദ്രംഷ്ട്രകൾ കടത്തുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇവരെ കേന്ദ്ര ഭരണത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുകയും ഇന്ത്യൻ സമൂഹത്തെ വർഗീയ വിഷവിമുക്തമാക്കുകയും ചെയ്യണം. ഡീടോക്സിഫിക്കേഷൻ എന്നൊക്കെ പറയുമല്ലോ. സമൂഹത്തെ വിഷവിമുക്തമാക്കണം. മതത്തെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്ന പ്രവർത്തനം RSSന്റെ ഭാഗത്ത് മാത്രമല്ല, മറ്റു പല ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേരിലും വർഗീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനം നടത്തണം. അതിൽ ഈ പാർട്ടി കോൺഗ്രസ് എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, എല്ലാതരം വിശ്വാസികളെയും സമീപിച്ച് അവരെ അണിനിരത്തിക്കൊണ്ട് വേണം വിശ്വാസത്തെ വർഗീയവൽക്കരിക്കുന്ന അപകടത്തെ നേരിടാൻ. അപ്പോൾ ഈ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ പാർട്ടി നടത്താൻ പോവുകയാണ്. വലിയ ഒരു ദൗത്യമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കൂട്ടുത്തരവാദിത്വത്തോടെ ആ ദൗത്യം നിർവഹിക്കും. ഒപ്പം തന്നെ ഈ RSSനെയും BJPയെയും ചേർക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ, പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പാക്കും എന്നുമാണ് MA ബേബി വ്യക്തമാക്കിയിരിക്കുന്നത്. മധുരയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.